ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിൽ ടോൾ പിരിവിന് അനുമതിയില്ല. പൊതു താൽപര്യം സംരക്ഷിക്കുകയാണ് ലക്ഷ്യമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി. ആജ്ഞ, പ്രശ്നമുള്ള ഭാഗത്തൊക്കെ പരിഹാരങ്ങളൊക്കെ കഴിഞ്ഞു. ആ രീതിയിലൊരു വിശദീകരണം ഇന്നലെ കോടതിക്ക് മുന്നിൽ NHAI കൊടുത്തിരുന്നു. പക്ഷേ അതിപ്പോൾ കോടതി തള്ളിയിരിക്കുകയാണോ? തീർച്ചയായിട്ടും ശ്രീജ, കഴിഞ്ഞ കുറേ ദിവസമായി കേസ് പരിഗണിക്കുമ്പോഴൊക്കെ NHAയും അതുപോലെ തന്നെ ടോൾ പിരിവ് കമ്പനിയായ ഗുരുവായൂർ ഇൻഫ്രാസ്ട്രക്ചറും ഇതും ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചിരുന്നു. ടോൾ പിരിവ് നിർത്തിവെച്ച നടപടി പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയായിരുന്നു കോടതിയെ സമീപിച്ചിരുന്നത്. പക്ഷേ അതിൽ കോടതി ആ ആവശ്യം തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് തന്നെയാണ് ഇന്നും വന്നിരിക്കുന്നത്. വ്യാഴാഴ്ച വരെ വീണ്ടും നീട്ടിയിരിക്കുന്ന സാഹചര്യമുണ്ട്. കഴിഞ്ഞ ഓഗസ്റ്റ് 6-നാണ് ടോൾ പിരിവ് തടഞ്ഞുകൊണ്ട് കോടതി ഉത്തരവായിട്ടുള്ളത്. അടിപ്പാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ദേശീയപാത തടയുന്ന സാഹചര്യമുണ്ടായി. അതായത് ഗതാഗത കുരുക്കുകൾ ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായി. അതോടെ സർവീസ് റോഡുകൾ തകരാറിലായി. അതോടെ ഗതാഗത കുരുക്ക് രൂക്ഷമായതിനെ തുടർന്നാണ് പാലിയേക്കരയിൽ ടോൾ പിരിവ് നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതി ഉത്തരവായിട്ടുള്ള. എല്ലാ പ്രാവശ്യവും സെപ്റ്റംബർ 1-നാണ് ടോൾ പിരിവ് പുനഃക്രമീകരിക്കുന്ന സാഹചര്യമുണ്ടത്. പക്ഷേ ഇത്രയും ദിവസമായിട്ടും ടോൾ പിരിവ് നിർത്തിവെച്ചിരിക്കുന്ന സാഹചര്യം തന്നെയാണ്. അത് തുടരണമെന്ന് തന്നെയാണ്. അത് മാത്രമല്ല, മോണിറ്ററിംഗ് കമ്മിറ്റിക്ക് മുൻപാകെ പരാതികളുണ്ടെങ്കിൽ മോണിറ്ററിംഗ് കമ്മിറ്റിക്ക് മുൻപാകെ നൽകുക. അത് ജില്ലാ കളക്ടർ കൃത്യമായി പരിശോധിച്ച് നടപടിയെടുക്കണമെന്ന് കോടതി ഉത്തരവുണ്ട്. ജനപക്ഷത്തു നിന്ന് തന്നെയാണ് കോടതി ഈ കാര്യത്തെ നിരീക്ഷിക്കുന്നത്. പൊതുജന താല്പര്യമാണ് സംരക്ഷിക്കേണ്ടത്. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന സാഹചര്യത്തിലേക്ക് പോകാൻ പറ്റില്ല തുടങ്ങിയ നിരീക്ഷണങ്ങളൊക്കെയാണ് കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. അതേസമയം കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടർ ഓൺലൈനായി ഹാജരാകണമെന്ന് കോടതി ആവശ്യപ്പെട്ടിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ ജില്ലാ കളക്ടർ തന്നെ 18 പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടുണ്ട്. 13 പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നും കോടതിയെ ബോധ്യപ്പെടുത്തിയിരുന്നു. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 13 പ്രശ്നങ്ങൾ പരിഹരിച്ചോ എന്നുള്ള കാര്യം നിരീക്ഷിക്കണം, പരിശോധിക്കണമെന്നും കോടതി അറിയിച്ചിരുന്നു. അതേ തുടർന്നാണ് ഇന്ന് വീണ്ടും ഹർജി പരിഗണിച്ചത്. ഹർജി പരിഗണിക്കുമ്പോൾ വ്യാഴാഴ്ച വരെ വീണ്ടും ടോൾ പിരിവ് നിർത്തിവെച്ച നടപടി തുടരാൻ തന്നെയാണ് കോടതിയുടെ ഉത്തരവ്. വീണ്ടും വ്യാഴാഴ്ച ഹർജി പരിഗണിക്കും. ശ്രീജ, ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. നാട്ടുകാരുടെ കൂടി ശ്രദ്ധയിലേക്ക്. പാലിയേക്കര ടോളിൽ തൽക്കാലം പിരിവില്ല. ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് ആ റോഡ് ശരിയാക്കിയ ശേഷം മതി ഇനി ടോൾ നൽകുന്നത്. തൽക്കാലം ജനങ്ങളുടെ ക്ഷമ പരീക്ഷിക്കാൻ നിൽക്കണ്ട എന്നൊരു മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് ടോൾ പിരിവിനുള്ള അനുമതി കോടതി നിഷേധിച്ചിരിക്കുന്നത്.